നമസ്കാരം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ചോർച്ച. ടെറസിന് മുകളിലേക്ക് വെള്ളം കെട്ടിയെന്ന് നമ്മുടെ വീടിനുള്ളിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ അതുമൂലം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഉണ്ടാകുന്ന ചോർച്ച നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ആ ഒരു ചോർച്ച ഇല്ലാതെ നമുക്ക് അതിനെ വീട് പണിയാമെന്നുള്ള വിഷയങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇങ്ങനെ കൂടുതലായി വീടിനെ കുറിച്ചും വീടിന് ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചോർച്ചയാണ്. ചോർച്ച എന്ന് പറയുമ്പോൾ മഴക്കാലത്തൊക്കെ മേലെ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ സീലിങ്ങിലൂടെയൊക്കെ ഇറങ്ങി തേപ്പിലേക്ക് വന്ന് തേപ്പ് ഇളകി പോരുക. പെയിൻറ്റിങ് നമ്മൾ വില കൂടിയ എത്ര പെയിൻ്റ് അടിച്ചാലും പെയിൻറ്റ് ഇളകി പോരുക. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. നമുക്ക് വലിയ വലിയ അപകടങ്ങളിലേക്ക് വളരെ വരെ കിടക്കാവുന്ന പ്രശ്നങ്ങൾ ഈ ഒരു ചോർച്ച കൊണ്ട് ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിൻ കാരണം വെള്ളം കെട്ടി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ പെയ്യുന്ന വെള്ളം എല്ലാ വീട്ടിലും അങ്ങനെ ചോരുന്നില്ല. എല്ലാ ബിൽഡിങ്ങുകളിലും പെയ്യുന്ന ടെറസിന് മുകളിൽ പെയ്യുന്ന വെള്ളം ഉള്ളിലേക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം വെള്ളം നമ്മുടെ ടെറസിൽ കെട്ടി നിൽക്കുന്നു. എന്തെങ്കിലും ഒരു കാരണത്താൽ വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നു, വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല. അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പണി സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ മെയിൻ സ്ലാബിൽ ഒരു സ്ലോപ്പ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും പണി കഴിഞ്ഞ് നമ്മൾ പ്ലാസ്റ്ററിങ് സമയത്ത് കൃത്യമായിട്ട് അതിനെ വാട്ടർ ലെവൽ ചെയ്ത് കൃത്യമായി നല്ല മെറ്റീരിയലുകൾ ഉപയോഗിക്കുക. നമ്മൾ സ്ട്രക്ചറിനും ഫൗണ്ടേഷനും ചുമര് പണിക്കും മെയിൻ സ്ലാബിനും ഒക്കെ നല്ല സിമെൻറ്റും മെറ്റീരിയൽസും ഉപയോഗിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ. കാരണം നമ്മുടെ വീടിന് ടോട്ടൽ ഒരു മേൽക്കൂര ഒരു കുട പിടിച്ച് നിൽക്കുന്ന പോലെ തന്നെ ഒരു പ്ലാസ്റ്ററിങ് അതിനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല മെറ്റീരിയലുകൾ ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യുക, കൃത്യമായി വാട്ടർ ലെവൽ ചെയ്യുക. കൃത്യമായി വാട്ടർ ലെവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ വലിയൊരു പോയിൻ്റായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ചുമരിനോട് രണ്ടാം നില ഗ്രൗണ്ട് ഫ്ലോർ പണിത് അടിഭാഗത്തെ നില പണിത് മേൽഭാഗത്തെ നിലയോട് ചുമരുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മളെ എങ്ങോട്ട് വെള്ളം വിടാൻ ഉദ്ദേശിക്കുന്നു എന്ന ഭാഗത്തേക്ക് കൃത്യമായി ചെരിവ് കൊടുക്കുക. ചെരിവ് കൊടുത്ത് വെള്ളം പുറത്തേക്ക് പൈപ്പ് അടിച്ച് ഒരു 1.5 അടിയോ 2 അടിയോ നമ്മുടെ സൺഷെയ്ഡിൽ വീണ്ടും ചുമരിലേക്ക് തെറിക്കാത്ത രീതിയിൽ പുറത്തേക്ക് വെള്ളം അടിച്ചു വിടുക. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ചാടുന്ന അവസ്ഥയിൽ തന്നെ റെയിൻ വാട്ടർ സ്റ്റോറേജ് പോലെയുള്ള മെത്തേഡുകൾ സ്വീകരിക്കുക. വെള്ളം കൃത്യമായി താഴത്തേക്ക് ഒഴിച്ചു വിടുക. നമ്മൾ ഈ പൈപ്പ് വലിയ ലെങ്ത്തിൽ ഔട്ട് അടിച്ചു വിടുമ്പോൾ തൊട്ടടുത്ത പറമ്പിലേക്കോ അങ്ങനെ പോവാതെ ഒരു പ്രശ്നം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഒരു 4-5 സെന്റിലൊക്കെ വീട് എന്നുണ്ടെങ്കിൽ കൃത്യമായ അവിടെ വീട് മാത്രമായിരിക്കും. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ വെള്ളം പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം മനസ്സിലായല്ലോ. നമ്മൾ ഈ ഒരു ചോർച്ച എന്നുള്ള രോഗം വരാതെ ശ്രദ്ധിക്കുക. രോഗം വന്ന് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുന്നതിന് പകരം ആ ഒരു രോഗം വരാതെ ശ്രദ്ധിക്കുക. കണ്ടല്ലോ, ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ ടെറസിന് മേലെ എന്തായാലും വെള്ളം നിൽക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ ഒരു സ്ലോപ്പ് കൊടുത്ത് വെള്ളം ഒഴുക്കി വിടുക. നമുക്ക് മുന്നേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു സ്ലോപ്പിലൊക്കെയാണ്, ഒരു ചെരിച്ച റൂഫുകളാണ് നമുക്ക് മുന്നുള്ള ഒരു 10-20 വർഷം മുന്നേയൊക്കെ അധികം കണ്ടുവന്നിരുന്നത്. ഇപ്പൊ ബോക്സ് ടൈപ്പ്, കണ്ടംപററി ടൈപ്പ് ഒക്കെ ആയത് കാരണം വെള്ളം ഒരു അത്ര വേഗത്തിൽ വെള്ളം ഒഴിഞ്ഞു പോവില്ല. അങ്ങനെയുള്ള കാരണങ്ങളിലൊക്കെയാണ് വെള്ളം ടെറസിൽ നിൽക്കുന്നത്. അപ്പോൾ ചുമര് കെട്ടുന്നതിന് മുന്നേ അല്ലെങ്കിൽ മെയിൻ സ്ലാബിന്റെ വാർപ്പിനോട് കൂടിയ ഒരു ബീഡിങ്, ഒരു ചെറിയൊരു ലെയർ ചുമരിന്റെ അടിയിൽ കോൺക്രീറ്റ് പാർട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ആ കോൺക്രീറ്റ് ഭാഗത്ത് കൂടെ വെള്ളം ഉള്ളിലേക്ക് വരുന്നതിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കൂടാതെ ചുമരും സ്ലാബും ഒക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ കൃത്യമായി ഒരു ചുഴിച്ച് തേച്ച് നമ്മുടെ വാട്ടർ പ്രൂഫ് കെമിക്കലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വെള്ളം ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ സൺഷെയ്ഡുകളിൽ, കാരണം ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ സൺഷെയ്ഡുകളിൽ വീണ് കഴിഞ്ഞാൽ സൺഷെയ്ഡിൽ നിന്ന് ചുമരിലേക്ക് നല്ലൊരു ശതമാനം വെള്ളം തെറിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു ബ്രിക്ക്, ചെങ്കല്ല്, വെട്ടുകല്ല് അങ്ങനെയുള്ള കല്ലുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ചുമര് പണിതുണ്ടാവുക. എങ്ങനെ പോലും വെള്ളം ഉള്ളിലേക്ക് എടുക്കും, ഈർപ്പം എടുക്കും, പെയിന്റ് പൊളിഞ്ഞു പോരും, തേപ്പ് പൊളിഞ്ഞു പോരും, അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ സൺഷെയ്ഡുകൾ പണിയുന്ന സമയത്തിന് കൃത്യമായൊരു സ്ലോപ്പ് കൊടുക്കുക. സൺഷെയ്ഡിൽ നിന്ന് തൊട്ട് എൻഡിലേക്ക് 2 അടിയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു സ്ലോപ്പ് കൊടുക്കുക. മാക്സിമം പറ്റുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഡിസൈനിന് ഒരു പരിഗണന നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് അല്ലാതെ നമ്മൾ ഫ്രണ്ട് സൈഡ് അങ്ങനെ നമുക്ക് മാക്സിമം ഭാഗത്ത് സൺഷെയ്ഡുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത ഭാഗത്ത് ഈ ജനലിലൂടെയും ചുമരിലൂടെയൊക്കെ വെള്ളം ഇറങ്ങി വന്ന് നമ്മുടെ പെയിന്റിങ്ങിനും എല്ലാം ബാധിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം അതാണ്, വെള്ളം മാക്സിമം ഒഴിച്ചു വിടുക എന്ന് പറയുന്നത്. കാരണം പ്രകൃതിക്ക് അങ്ങനെ കൃത്യമായി ഒരു അവസ്ഥകളുണ്ട്. വേനൽക്കാലം, മഞ്ഞുകാലം, മഴക്കാലം, അത് കൃത്യമായി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളാണ്.
വെള്ളം അവിടെ കെട്ടിക്കിടക്കരുത്. ഒരു കാരണവശാലും നമ്മുടെ വീടിന് മുകളിൽ വെള്ളം കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിന് കൃത്യമായി ഒഴിഞ്ഞു പോകാൻ അതിനൊരു വഴി കാണിച്ചു കൊടുക്കുക. കാരണം വെള്ളം വലിയൊരു അപകടകാരിയാണ്. നമ്മുടെ ജീവിതാവശ്യങ്ങൾക്കൊക്കെ വെള്ളം വേണം എന്നുണ്ടെങ്കിലും വെള്ളം എന്നുള്ളത് വലിയൊരു അപകടകാരിയാണ്. നമുക്കതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കൃത്യമായി ഒഴിഞ്ഞു പോകാൻ ഒരു പാത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമ്മൾ കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ സ്ലാബ് കൃത്യമായ പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. കൃത്യമായ അകലത്തിൽ നമ്മൾ പൈപ്പുകൾ ഇട്ട് കൊടുക്കും. ഈ പൈപ്പിലൂടെ നിന്ന് വെള്ളം പുറത്തേക്ക് പോവാതെ, കാരണം ഗ്രാമപ്രദേശമൊക്കെ ആകുമ്പോൾ ചുറ്റുപാടും മരങ്ങളെല്ലാം നിന്ന് ആ പൈപ്പുകളെല്ലാം അടഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ പൈപ്പുകളിലൂടെ എല്ലാം നമ്മൾ ആ പൈപ്പെല്ലാം ഒന്ന് വേസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് ഒന്ന് തുറന്നു കൊടുക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ വെള്ളം മേലെ അധിക സമയം കെട്ടിക്കിടക്കാതെ, കെട്ടി നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ സ്ലാബിലൂടെയൊക്കെ വെള്ളം ഉള്ളിലേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ പാരപ്പറ്റിലൂടെയും നമ്മുടെ പുറത്തെ ചുമരിലൂടെയൊക്കെ വെള്ളം ഉള്ളിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ വെള്ളം കെട്ടി പുറത്തേക്ക് പോകാനുള്ള പൈപ്പുകളൊക്കെ ഒന്ന് തുറന്നു കൊടുത്ത് നമ്മൾ വെള്ളത്തിന് സുഖമായി ഒഴിഞ്ഞു പോകാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് മാക്സിമം ഇങ്ങനെയുള്ള വെള്ളക്കെട്ടുകളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ സ്ലാബിലൂടെ ഉള്ളിലേക്കുള്ള വെള്ളം വരുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വാട്ടർ മോളിക്യൂൾ എന്നുള്ളൊരു സംഭവമുണ്ട്. നമുക്ക് ഒരു ചെറിയ കണ്ണിക്ക, ചെറിയൊരു ദ്വാരം ഉണ്ടായാൽ കൂടി സ്ലാബിനുള്ളിൽ കൂടി വെള്ളം ഇറങ്ങി വന്ന് അത് നമ്മുടെ ഏത് ഭാഗത്ത്, ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭാഗത്തായിരിക്കില്ല പ്രശ്നം ഉണ്ടാവുന്ന, തേപ്പ് ഇളകി വന്ന പെയിന്റ് ഇളകി വന്നൊരു ഭാഗത്തായിരിക്കില്ല ചിലപ്പോൾ വെള്ളത്തിന്റെ സോഴ്സ്, വെള്ളം ഉള്ളിലേക്ക് വരുന്ന സോഴ്സ് അതായിരിക്കില്ല, ആ ഒരു തുള അത് കൂടെ ആയിരിക്കില്ല. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കെട്ടി നിൽക്കാൻ ഒരു കാരണവശാലും മേലെ ചെയ്യരുത്. നമ്മൾ മിനിമം എത്ര ബഡ്ജറ്റ് കുറവിൽ പണിയുന്ന ഒരു വീടാണെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മിനിമം ഏറ്റവും ഇല്ലെങ്കിലാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു വരിയോ 2 വരിയോ എങ്കിലും പാരപ്പറ്റ് കെട്ടി മേലെ പ്ലാസ്റ്റർ ചെയ്ത് വെള്ളം ഒഴിച്ചു വിടുക. നമ്മൾ വേറെ എന്ത് കാര്യം ഒഴിവാക്കിയാലും ഇത് ചെയ്യാതിരിക്കരുത്. കാരണം നമ്മൾ ചെലവ് ചെയ്ത് പണിതുണ്ടാക്കിയ ഒരു വീടിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇതുമൂലം നമ്മുടെ ഈ പ്ലാസ്റ്ററിങ്, പെയിന്റിങ് ഇളക്കി പോരുക എന്ന് മാത്രമല്ല, നമ്മൾ വയറിംഗ് പൈപ്പിനോ അങ്ങനെയുള്ള ഡാമേജുകൾ പിന്നീട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഇറങ്ങിച്ചെന്ന് വലിയ രീതിയിലുള്ള അപകടങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, മേലെയൊക്കെ ട്രസ് വർക്ക് ചെയ്ത് സ്ലോപ്പ് റൂഫുകൾ ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റൊക്കെ ഇടുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഡിസൈനിനെ നമ്മൾ അത്ര ഭംഗിയിൽ ഡിസൈൻ ചെയ്ത വീടുകളൊക്കെ അതൊരു അഭംഗിയാക്കി മാറ്റും. കാരണം നമ്മൾ ഒരു കൃത്യമായ കൺസെപ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ഫാമിലിക്ക്, നമുക്കൊക്കെ വീട് എങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ അതിൻ്റെ മേലെ ഒരു ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഭംഗിയെ തന്നെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് അങ്ങനെ ഒരു വിഷയം ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വൃത്തിയായിട്ട് ചോരുന്ന വീടുകൾ, നമുക്കൊരു റൂഫ് സീലിംഗ് അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ വെച്ച് പ്ലാസ്റ്ററിങ് ചോർച്ച ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ, ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ എന്നുണ്ടെങ്കിൽ 30,000 രൂപയുടെ മേലെ ചിലവ് വരും റൂഫ് സീലിംഗ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അതും ഒരു 10 വർഷമൊക്കെ വാറണ്ടിയൊക്കെയാണ് മാക്സിമം നമുക്ക് പോകാൻ പറ്റും. അതിനേക്കാൾ നല്ലത് നമുക്ക് ട്രസ് വർക്കാണ്, ഷീറ്റ് വർക്കാണ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു കാലകാലത്തേക്ക്, ഒരുപാട് വർഷത്തേക്ക് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പോളി യൂറിത്തീൻ. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡാണ്. അതാണെന്നുണ്ടെങ്കിൽ ചൂട് കുറയ്ക്കും, ഒരു 10% വരെ ടെമ്പറേച്ചർ, നമുക്ക് ഉള്ളിലേക്ക് ടെമ്പറേച്ചർ കുറയ്ക്കും. ഇലാസ്റ്റികത ഉള്ളത് കാരണം അത് ചൂട് കാലത്തും തണുപ്പ് കാലത്തും നമ്മൾ ചെയ്ത കോട്ടിങ്ങിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. പിന്നെ നമുക്ക് ചെയ്യാതെ 2K ആണ്. 2K കോട്ടിങ് ചെയ്ത് കൊടുക്കുക. അത് എന്തായാലും പ്ലാസ്റ്ററിങ് ചെയ്യണം വേണം, 2K കോട്ടിങ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നമുക്ക് ചെയ്ത വീടുകളിൽ ചോർച്ച കുറയ്ക്കുക. പിന്നെ നമുക്ക് കൃത്യമായൊരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് ക്രാക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ URP നമുക്ക് അതിൽ പോയിന്റ് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ഫ്ലോറിൽ 2 ഭാഗത്തും, അതായത് സ്ലാബിന് മുകളിലും സ്ലാബിന് താഴെയാണ് ക്രാക്ക് വന്നതെന്നുണ്ടെങ്കിലും അത് 2 ഇടത്തും URP പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ റൂഫ് സീലിംഗ്, PU കോട്ടിങ്, 2K അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമ്മുടെ സ്ലാബുകൾ ചിലപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിന്റെ സ്ലാബ് ആയിരിക്കാം, ഇല്ലെങ്കിൽ വർക്ക് ഏരിയ കിച്ചന്റെ സ്ലാബൊക്കെ മെയിൻ സ്ലാബിൽ നിന്ന് ഒരു ലെവൽ താഴ്ത്തി നമ്മൾ പണിതിട്ടുണ്ടായിരിക്കും. അതായത് സ്ലാബുകൾ വ്യത്യസ്ത ലെവലിലായിരിക്കും സ്ലാബുകൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ, അടിഭാഗത്തെ സ്ലാബിൽ നിൽക്കുന്ന വെള്ളം മുകൾ ഭാഗത്തെ സ്ലാബിലിന്റെ ആ ചുമരിനോട് ചേർന്നിട്ട് നിൽക്കുന്ന ഭാഗത്തു കൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങും. അങ്ങനെയുള്ള സമയത്ത് സംഭവിക്കുക എന്താന്ന് വെച്ചാൽ, ആ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങി നമ്മുടെ പ്ലാസ്റ്ററിങ്, പെയിന്റിങ് ഇതെല്ലാം കേടുവരും. ആ ഒരു കേസിൽ നമ്മൾ ഈ ഒരു കാണുന്ന ഗ്യാപ്പ്, നമ്മുടെ അടിയിലത്തെ സ്ലാബും മേലത്തെ സ്ലാബും കൂടി കാണുന്ന ഒരു ഗ്യാപ്പിലൂടെ
നമ്മൾ കൃത്യമായിട്ട് ഒരു ചുഴിച്ചിട്ട് നല്ല ഗ്രേഡോട് കൂടിയിട്ട് നമ്മൾ കലവ വെച്ചിട്ടും കൃത്യമായി വാട്ടർ പ്രൂഫിങ്ങോടും കൂടിയിട്ട് ഈ ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലേക്ക് എടുക്കാതെ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാം. കാരണം വെള്ളം ഉള്ളിലേക്ക് എടുക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം, ഈ ഒരു കാണുന്ന ഗ്യാപ്പ് ഒരിക്കലും ബ്രിക്സ് വെച്ചിട്ട് നമ്മൾ കെട്ടിയടച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ ആ ബ്രിക്കിലൂടെ ഉള്ളിലേക്ക് വെള്ളം എടുത്ത് പിന്നീട് വീണ്ടും നമ്മുടെ ആ മെയിൻ ഭിത്തിയിൽ കൂടെ വെള്ളം ഉള്ളിലേക്ക് വരും. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. കൃത്യമായി ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ അടിഭാഗത്തൊരു വാട്ടർ കട്ടിങ് കൂടി വെച്ച് കൊടുത്ത് ഉള്ളിലെ ഭാഗം നല്ലൊരു വാട്ടർ പ്രൂഫിങ് ചെയ്ത് കെമിക്കൽ ചെയ്ത് കൃത്യമായി ചുഴിച്ചു കൊടുത്ത് തേച്ച് വെള്ളം ഒഴിവാക്കി സ്ലോപ്പ് കൊടുത്ത് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വിടുക. നമ്മൾ ശ്രദ്ധിക്കുക, വീട് പണിയുന്ന സമയത്ത് തന്നെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. മാക്സിമം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്യുക. അപ്പോൾ വീട് സുരക്ഷിതമായിരിക്കും. പിന്നെ സൺഷെയ്ഡുകളിൽ ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും വെള്ളം കെട്ടി നിൽക്കാതെ തന്നെ മാക്സിമം നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകളും വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.